ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വ്യൂസ്. നമ്മൾ സാധാരണ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുകയാണ്, അല്ലെങ്കിൽ വാട്സപ്പിൽ ആരെങ്കിലും ചാറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫേസ്ബുക്കിലാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ? അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. നോട്ടിഫിക്കേഷൻസിന്റെ ബീപ്പ് സൗണ്ട് കേൾക്കും, അല്ലെങ്കിൽ നമുക്ക് വൈബ്രേഷൻ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കാരണം ഫുള്ളായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു മാറ്റം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് നോട്ടിഫിക്കേഷൻസ് എങ്ങനെയാണ് നമുക്ക് ഒഴിവാക്കുക എന്നുള്ളത്, പെർമനന്റ് ആയിട്ട് നമുക്ക് ഒഴിവാക്കുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വളരെ ഫ്രീ ആയിട്ടിരുന്ന് വല്ല ഫിലിമോ അല്ലെങ്കിൽ വാട്സപ്പ് ചാറ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതേപോലുള്ള നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നമുക്ക് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുക അല്ലേ? അപ്പം നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് വരുന്നത്, അതിൻ്റെ ബീപ്പ് സൗണ്ട് വരുന്നു, ആ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മാത്രമല്ല ഇത് നമ്മുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇഷ്ടംപോലെ മെസ്സേജുകൾ വന്നിട്ട് നമ്മുടെ ഗാലറി ഫുൾ ആവുന്ന രീതിയിലേക്കുള്ള ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പരസ്യം കാണാം. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് കുറേ പരസ്യങ്ങൾ കാണാം, കണ്ടില്ല? ഇതൊക്കെ നമുക്ക് ഓരോരോ പരസ്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ, അതായത് ആ ഒരു പരസ്യത്തിന്റെ മേലെ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സബ് ഓപ്ഷൻസ് കാണും. ഇത് പലരും ചെയ്ത് നോക്കാറില്ല. ഇവിടെ നമുക്ക് ആ ഡ്രോപ്പ് ഡൗൺ ഏരോ കാണിക്കുന്നില്ലേ, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇമേജുകളായിട്ട് കുറച്ച് വലിയ പരസ്യങ്ങളായിട്ട് തന്നെ നമുക്ക് അവിടെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് കണ്ടില്ലേ, ഇത് ഇതേപോലെ നമുക്ക് വലിയ പരസ്യമായിട്ട് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഇന്ന കമ്പനിയുടെ പരസ്യമാണ്. ഇപ്പോൾ സോണി 11ന്റെ പരസ്യമാണെങ്കിൽ നമ്മൾ ആ ഒരു പരസ്യത്തിന്റെ മേലൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അതിൽ കാണിക്കും. ചില ഫോണുകളിൽ ഈ സൈഡിലാണ് നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് വരിക. ഇപ്പോൾ ഇവിടെ നമ്മൾ ഓപ്പോ ഫോണിലാണെങ്കിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് വരുന്നത്. ഇവിടെ നമുക്ക് ടേൺ ഓഫ് നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, പിന്നെ സെറ്റ് അലേർട്ട് കാണിക്കുന്നുണ്ട്, അതുപോലുള്ള മോർ സെറ്റിംഗ്സ് ആയി കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമുക്ക് ഏത് ഓപ്ഷനാണോ എടുക്കേണ്ടത് അത് നമുക്ക് മോർ ഓപ്ഷൻസിലാണ് ഉണ്ടാവുക. ഇവിടെ അലൗ നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഓഫ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും പിന്നീട് ഈ പറഞ്ഞിരിക്കുന്ന സോണി 11 ഒരിക്കലും എന്ത് വരില്ല, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരില്ല. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, അതായത് വരുന്ന ഓപ്ഷൻസ്, അതായത് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് എന്നുള്ളത് എവിടെയാണ് കാണിക്കേണ്ടത് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ താഴെ ബാഡ്ജസ് ആയിട്ട് വരുന്ന കണ്ടില്ല, അതേപോലെ വരണം എന്നുള്ളത് നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ബാഡ്ജസ് ആയിട്ട് കാണിക്കും, അല്ലെങ്കിൽ ഡോട്ട് ആയിട്ട് നിങ്ങൾക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ കാണിക്കുന്ന രീതിയിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. പിന്നെ അതിന്റെ താഴെ വരുന്ന റിംഗ് ടോണും അതുപോലെ തന്നെ വൈബ്രേറ്റും ചോദിക്കുന്നുണ്ട്. അത് രണ്ടും ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിംഗ് ടോൺ, അതായത് നമുക്ക് വരുന്ന മെസ്സേജിനനുസരിച്ച് റിംഗ് ടോണോ അല്ലെങ്കിൽ വൈബ്രേഷനോ കാര്യങ്ങളൊന്നും വരില്ല. ഇതൊക്കെ വരുന്നത് സോണി 11ന്റെ മാത്രമാണ്. അപ്പം നിങ്ങൾക്ക് ആ സോണി 11ന്റെ മാത്രമായിട്ട് സെറ്റ് ചെയ്യാനും നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് അലൗ നോട്ടിഫിക്കേഷൻസ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇത് മാത്രമല്ല, ഇത് ഈ ഒരു കമ്പനിയിൽ നിന്ന് വരുന്ന പരസ്യങ്ങൾ മാത്രമല്ല, പല കമ്പനീസിൽ നിന്ന് വരുന്ന പരസ്യങ്ങളും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അധികം വരുന്നതും നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന കമ്പനിയിൽ നിന്നുള്ള പരസ്യങ്ങൾ തന്നെയായിരിക്കും. ആ പരസ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ ഓഫ് ചെയ്യാൻ പറ്റും. അപ്പം അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആ നോട്ടിഫിക്കേഷൻസ് ബാർ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് താഴേക്ക് താഴ്ത്തി കഴിഞ്ഞാൽ ഇവിടെ കാണാം. ഇവിടെ നമുക്ക് രണ്ടാമത്തെ ജിയോ ടിവിൻ്റെ വരും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അതിന് പകരം നമ്മൾ ഏത് ആഡ് ആണോ വരുന്നത്, ഏത് നോട്ടിഫിക്കേഷൻ ആണോ വരുന്നത്, അതിൻ്റെ മേലൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് മോർ സെറ്റിംഗ്സ് എടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ടേൺ ഓഫ് നോട്ടിഫിക്കേഷൻ കൊടുത്താൽ മൊത്തത്തിൽ പിന്നീട് ഒരിക്കലും ഈ പറഞ്ഞിരിക്കുന്ന ആപ്പിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വരില്ല. പക്ഷേ ചില ആപ്പുകളിൽ നിന്ന് നോട്ടിഫിക്കേഷൻ നമുക്ക് ആവശ്യം വരും. പ്രത്യേകിച്ച് ബജാജ് ഫൈനാൻസ് അങ്ങനെയുള്ള നമ്മൾ എന്തെങ്കിലും ലോണുകളോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ നമുക്കൊരു ഉപകാരമായിട്ട് വരും. നമുക്കത് മറന്നു പോയതാണെങ്കിൽ നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അല്ലാത്ത കാര്യങ്ങളെല്ലാം ഇതേപോലെ നിങ്ങളൊന്ന് ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ ടേൺ ഓഫ് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ട് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഈ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻസിൽ നിന്ന്, അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ, ആപ്ലിക്കേഷൻസ് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന അതിൽ നിന്നും നിങ്ങൾക്ക് ഇതേപോലെ നോട്ടിഫിക്കേഷൻസ് വരാതിരിക്കും. അപ്പം ഏതാണ് നിങ്ങൾക്ക് ആപ്റ്റായിട്ട് തോന്നുന്നത് ആ രീതിയിൽ ചെയ്യാം. നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് മാത്രമാണെങ്കിൽ നിങ്ങളത് നോട്ടിഫിക്കേഷൻസ് അലൗ കൊടുക്കുക. ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഇതേപോലെ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്തിട്ട് ടേൺ ഓഫ് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.